ഒറ്റ ദിവസത്തെ സമരം കൊണ്ട് 4.7 5 കോടി രൂപയാണ് KSRTCക്ക് നഷ്ടം വന്നത്. അത് മാത്രമല്ല, ഈ വാഹനങ്ങൾ നശിപ്പിച്ച കഥ വേറെയുണ്ട്. 10-18 കോടി രൂപ ഒരു ദിവസം വരികയും ലാഭമുണ്ടാക്കുകയും ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുകയൊക്കെ ചെയ്യുന്ന നിലയിൽ വലിയ തോതിൽ ഇതിനെ ഗണേഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളർത്തിക്കൊണ്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് ഇടുത്തി പോലെ ഒരു സമരം വരുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് ബി ഗണേഷിൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം. ഞങ്ങൾ കേരള കോൺഗ്രസ് ബി ആണ്, എൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ളയ്ക്കും അതുപോലെ തന്നെ ഞങ്ങൾക്കും ഒന്നും സ്ഥാപക ചെയർമാനായിട്ടുള്ള ബാലകൃഷ്ണപിള്ളയ്ക്കോ എനിക്കോ ആർക്കും കേരള കോൺഗ്രസ് ബിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ബന്ധും ഹർത്താലും പ്രത്യേകിച്ച് നിർബന്ധിച്ച് കടയടപ്പിക്കുന്നതും ഹോട്ടലടപ്പിക്കുന്നതും ഒക്കെ വലിയ പാവമാണ്, അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം പണിമുടക്കുന്നത് ശരിയല്ല. കാരണം 5 കോടി രൂപയാണ് ഒരു ദിവസം കൊണ്ട് നഷ്ടമായത്. ഈ പണം ആരുടെ പണമാണ്? തൊഴിലാളികളുടെ തന്നെ ശമ്പളം കൊടുക്കാനുള്ള പൈസയാണ്. അവർക്ക് തന്നെ ഇതിൻ്റെ ലാഭം വന്നാൽ ബോണസ് അവർക്കാണ് കിട്ടുന്നത്. അവർക്ക് പെൻഷൻ സമയത്ത് കൊടുക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആളാണ് മന്ത്രി. ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ആളാണ് അദ്ദേഹം. രാജ്യത്തിന്റെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭരണഘടനാ സ്ഥാപനമായ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഞാൻ വണ്ടി ഓടിക്കില്ല എന്ന്. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തിരിച്ചേ പറയാൻ കഴിയൂ, വാഹനങ്ങൾ ഓടിക്കും എന്നേ പറയാൻ കഴിയൂ. ആരെങ്കിലും കോടതിയിൽ പോയി ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് വന്നാൽ ഭരണഘടനാ പ്രതിസന്ധി തന്നെ വരും. അതുകൊണ്ട് ഒരു മന്ത്രിക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ സമരത്തിൽ പങ്കെടുത്തോളൂ, അല്ലെങ്കിൽ പങ്കെടുത്താൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാമെന്ന് പറയാൻ കഴിയില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാം, എന്തും പറയാം, പക്ഷേ ഒരു മന്ത്രിക്ക് അത് പറയാൻ കഴിയില്ല. പക്ഷെ ആ പറയാൻ കഴിയാത്ത ഒരു ധർമ്മം അദ്ദേഹം നിർവഹിച്ചപ്പോൾ എന്തെല്ലാം രൂപത്തിലാണ് ഗോവിന്ദൻ മാഷും അതുപോലെ LDF കൺവീനർ TP രാമകൃഷ്ണനും പിന്നെ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ഒരു പരമ്പര തന്നെ എന്തോരം ബഹളമാണ് ഉണ്ടാക്കിയത് ഗണേഷിനെതിരെ. എന്തായാലും ഗണേഷ് ഇന്ന് സത്യം പറഞ്ഞിരിക്കുന്നു, കണക്ക് വെച്ച് തന്നെ ഡേറ്റ വെച്ച് തന്നെ സംസാരിച്ചിരിക്കുന്നു. 4.7 കോടി, ഏകദേശം 5 കോടി രൂപയുടെ നഷ്ടമാണ് ആ ഒരു ദിവസത്തെ ബന്ദ് കൊണ്ട്, ഹർത്താൽ കൊണ്ടുണ്ടായത്. രാജ്യത്ത് ഒരിടത്തും ഇങ്ങനെ നടന്നില്ല എന്നുള്ളതാണ് തമാശ. എല്ലാ രാജ്യത്തും പണിമുടക്കണമെന്ന് താല്പര്യമുള്ള കുറച്ച് പേർ പണിമുടക്കി, പണിമുടക്കേണ്ടെന്ന് താല്പര്യമുള്ളവർ വന്ന് ജോലി ചെയ്തു. ഒരാളെയും തല്ലിയില്ല, ഭീഷണിപ്പെടുത്തിയില്ല. ഇവിടെ എന്തൊക്കെയാണ് കണ്ടത്? ഔഷധിയുടെ ഗോഡൌണിൽ വന്ന ആളിനെ തെരുവിൽ കൊണ്ടിട്ടടിച്ചു. ഒരു ഓഫീസിൽ കയറി, ഒരു സ്പോർട്സ് കോട്ടയിൽ ഓഫീസിൽ കയറിയവനെ ഓഫീസിൽ കയറി തല്ലി. ഒരു സ്കൂള് ടീച്ചർമാരകത്തുള്ളപ്പോൾ സ്കൂൾ പൂട്ടിയിട്ടു. രാത്രി 12 മണി വരെയാണ് ബന്ദ്, ഹർത്താലും പണിമുടക്കം. 12 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി, 3:30 മണിക്ക്, വൈകുന്നേരം 3:30 മണി കഴിഞ്ഞ് പുറത്തിറങ്ങണ്ട. പിന്നെ SI പോയി അവിടെ തല്ലി പൊട്ടിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഇത് ഏത് ഖാലിസ്ഥാനാണോ, ഏത് കിരാത രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്? ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്, ഒരു തർക്കവുമില്ല. നിങ്ങൾ 6 മാസം 7 മാസം കൊണ്ട് ബോധവൽക്കരിച്ചു എന്നാണ് അഡ്വക്കേറ്റ് മിനിയെ പോലുള്ള ആളുകൾ ചാനലിൽ വന്നിരുന്ന് തള്ളിമറിച്ചത്. ഞങ്ങൾ ബോധവൽക്കരിച്ചു, ഞങ്ങൾ പറഞ്ഞു കട തുറക്കരുതെന്ന്. അങ്ങനെ പറഞ്ഞിട്ടും തുറന്നിട്ടുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. കോഴിക്കോട് മീൻകട കത്തിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത്. വളരെ വ്യക്തമായ ആ കട കത്തിക്കും, മീനുകൾ വാരിയിട്ട് ഞങ്ങൾ കത്തിച്ചു കളയും എന്നൊക്കെ പറയുന്ന വീഡിയോ പരക്കുമ്പോഴാണ്, അന്തരീക്ഷത്തിൽ കിടക്കുമ്പോഴാണ് പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന്. 6 മാസം കൊണ്ട് ബോധവൽക്കരിച്ചു, നിങ്ങൾ ബോധവൽക്കരിച്ചു, ശരിയാണ്. പക്ഷേ നിങ്ങളൊരു ജാഥ നടത്തിയത് കൊണ്ടോ കുറെ നോട്ടീസ് കൊണ്ട് കൊടുത്തത് കൊണ്ടോ ബോധവൽക്കരണം ആവില്ല. ഇനി അല്ല, ഓരോരുത്തരെയും കണ്ട് പറഞ്ഞു എന്ന് വിചാരിക്കുക. സ്ഥാപനങ്ങളിൽ അവർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടോ അവർ തുറക്കുകയാണെങ്കിൽ അവർ തുറക്കട്ടെ, അല്ലെങ്കിൽ ഒന്നുകൂടി പറയാം, ബന്ദ് ദിവസം അല്ലെങ്കിൽ പണിമുടക്ക് ദിവസം പറയാം, നിങ്ങൾ തുറക്കരുത്, നിങ്ങൾ ഞങ്ങളോടൊപ്പം പണിമുടക്കണമെന്ന്. അല്ല, ഞങ്ങൾ തുറക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ അനുവദിക്കണം. കൃത്യമായി ഇവിടെ ജീവിക്കാനുള്ള പൗരസ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 21 നമുക്ക് തരുന്നത് ജീവിക്കാനുള്ള സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ കാസർഗോഡ് ബ്രാഞ്ച് സെക്രട്ടറി, CPM ബ്രാഞ്ച് സെക്രട്ടറി തൻ്റെ മകനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വാഹനത്തെ തടഞ്ഞു. ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ടും വാഹനത്തിന്റെ കാറ്റൂരി വിട്ടു, ആ കുടുംബത്തെ ഇറക്കി വിട്ടു. എന്തൊരു കിരാതമായ രീതിയാണ് നമ്മൾ. തീർച്ചയായിട്ടും സമരം ആവശ്യമുണ്ട് ഭരണകൂടത്തിനെതിരെ, ഒരു തർക്കവുമില്ല. പക്ഷെ സമരത്തിന് എത്ര മോശം രീതിയും പ്രയോഗിക്കാം. പക്ഷെ മറ്റൊരാളിന്റെ സ്വാതന്ത്ര്യത്തിൽ കയറുന്നത്, മറ്റൊരാളിനെ തടസ്സപ്പെടുത്തുന്നത്, മറ്റൊരാളിനെ വലിച്ചു സമരത്തിലേക്ക് കൊണ്ടുവരുന്നത്, കടയടയ്ക്കാൻ നിർബന്ധപൂർവം പറയുന്നത്, ഓഫീസിൽ പണിയെടുക്കാൻ വരുന്നവരെ തല്ലുന്നത് ഏത് ജനാധിപത്യമാണ്? എന്ത് സോഷ്യലിസമാണ്? എന്ത് സമരമാണിത്? സമര ആഭാസമെന്നേ പറയാൻ കഴിയൂ. അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഗണേശൻ പറഞ്ഞത്. അതുകൊണ്ട് ഗണേശൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. തീർച്ചയായിട്ടും 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതുകൊണ്ട് അതിൻ്റെ ദുരന്തവും ഭാരവും എല്ലാം തൽക്കാലം ഏൽക്കാൻ പോകുന്നത് ഗണേഷ് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വേദനയോടെ പറഞ്ഞത് സമരം ചെയ്യരുത്, നിരത്തിലിറക്കും വാഹനമെന്ന്. പക്ഷെ അതിനെ വളരെ മോശമായി ട്രോളി ഇല്ലാതാക്കി നശിപ്പിച്ചു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ നമുക്ക് ഏത് നന്മയെയും തിന്മ കൊണ്ട് അടിച്ചു കിടത്താനുള്ള
വലിയ കരവിരുതാണ് മലയാളിക്കുള്ളത്. അത് അനവരതം നാം തുടരുകയും ചെയ്യും.